മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈനെ കുറിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഡൈ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഞാനിത് തയ്യാറാക്കുന്നത് പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ടാണ്. അപ്പം യാതൊരു ദോഷഫലങ്ങളും ഇല്ലാത്ത ഈ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പനിക്കൂർക്കയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പനിയും ചുമയും ഒക്കെ വരുമ്പോഴും നമ്മൾ പനിക്കൂർക്കയുടെ ഇല കൊണ്ട് മരുന്നുണ്ടാക്കാറുണ്ട്. അതുപോലെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും പനിക്കൂർക്കയുടെ ഇല വളരെ നല്ലതാണെന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ പനിക്കൂർക്ക വളരെ നല്ലതാണ്. തലയിലുണ്ടാവുന്ന താരൻ മാറുന്നതിനും മുടി കൊഴിച്ചിൽ നിൽക്കുന്നതിനും മുടി നല്ല കരുത്തോടെ വളരുന്നതിനുമൊക്കെ നമ്മൾ പനിക്കൂർക്ക ഇല വെച്ച് തയ്യാറാക്കുന്ന ഈ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഇതൊരു ഹെയർ ഡൈയും ഹെയർ പാക്കും കൂടിയാണ്. ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമതായി നമ്മൾ എടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇതും നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. കറിവേപ്പിലയും നമ്മുടെ മുടിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. കറിവേപ്പില കൊണ്ടുള്ള എണ്ണ കാച്ചി തേക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ നിൽക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കരിഞ്ജീരകവും ഉലുവയുമാണ്. ഇത് രണ്ടും മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്ന രണ്ട് ചേരുവകളാണ്. ഇത് നമ്മൾ ഓരോ സ്പൂൺ വീതമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളവും മുടിക്ക് ഏറെ നല്ലതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഞാൻ അരക്കപ്പോളം കഞ്ഞിവെള്ളം എടുത്ത് അതിൽ ഈ ഉലുവയും കരിഞ്ജീരകവും കൂടി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓവർനൈറ്റ് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് അതിൽ സോക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 6 പനിക്കൂർക്ക ഇലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇലയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഇൻഗ്രീഡിയന്റും കൂടി വേണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ചായപ്പൊടിയും 1 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് ആക്കി മാറ്റിയിട്ട് നമ്മളിത് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 1/2 ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ച് മാറ്റി വെക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇലയും കറിവേപ്പിലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കരിഞ്ജീരകവും ഉലുവയും കൂടെ ഉള്ള കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പം അത് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് ഇരുമ്പിന്റെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നെല്ലിക്ക പൗഡറും ഹെന്ന പൗഡറും ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പാകത്തിനായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ച് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടിയുള്ള ആ ഒരു മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനും ഒഴിക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് മുടിയിൽ തേക്കാൻ പാകത്തിന് തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് അല്പം കൂടി പൊടികൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് അല്പം കൂടി ചേർക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ പാകത്തിനായിട്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കിയിട്ട് നമുക്ക് ഈ ഇരുമ്പിന്റെ ചട്ടിയിൽ തന്നെ നമുക്കിത് 2 ദിവസത്തേന് വെക്കാം. ഈ ഒരു പരുവത്തിനാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് 2 ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോ 2 ദിവസം ഞാൻ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കിയ ഉടനെ തന്നെ വേണമെങ്കിൽ തലയിൽ തേക്കാവുന്നതാണ്. തേച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിന്റെ ഗുണം കിട്ടുന്നതാണ്. ഇത് ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല ഹെയർ പാക്ക് ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.